പാറശാല, നെയ്യാറ്റിൻകര ഭാഗങ്ങളിലായിരുന്നു കരിമ്പനയുടെ ഷൂട്ടിംഗ് നടന്നത്. 1980 ആരംഭത്തിൽ ആരംഭിച്ച ഷൂട്ടിംഗ് പൂർത്തിയായപ്പോഴേക്കും ജയൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി തീർന്നിരുന്നു. ഈ ചിത്രത്തിൽ പനയിൽ കയറുന്ന സീനുകൾക്ക് വേണ്ടി IV ശശി അറിയാതെ ജയൻ നാട്ടുകാരുടെ സഹായത്തോടെ അത് പരിശീലിച്ചു. പിന്നീട് ഷൂട്ടിംഗ് നടന്നപ്പോൾ അനായാസമായി ഈ രംഗങ്ങൾ കൈകാര്യം ചെയ്ത് IV ശശിയെ ജയൻ അത്ഭുതപ്പെടുത്തി. എന്താടാ ഒരു ചിരി? ചിങ്ങമാസത്തി നല്ല മഴ കാണുമോ? കല്യാണ ദിവസം മഴ പെയ്യണോ? മഴയുണ്ടേ കൊള്ളാമായിരുന്നു. ഒരു ഉത്സവം പോലെ കൊണ്ടാടിയ ഷൂട്ടിംഗ് ദിനങ്ങൾ പഴയ തലമുറക്കാർ ഇപ്പോഴും ഓർത്തെടുക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന സീനുകളൊക്കെ എടുത്ത തോടൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ. മിക്കവാറും പനകളൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഞാൻ നിന്നെ എവിടൊക്കെ നോക്കിയെന്നറിയാം. എന്തിനാ? ഒന്ന് കാണാൻ. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ ജയൻ ആണ് ഈ കുടയും ചൂടി ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ക്ഷമയോടെ കാത്തിരിക്കുന്നത്. കാലുകൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് ഒരു സാധാരണക്കാരനായി നാട്ടുകാരിൽ ഒരുവനെ പോലെ. ഇന്നത്തെ പോലെ AC റൂമുകളോ കാരവനോ ഒന്നുമില്ല, പരിചാരകരില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാതെ സെറ്റുകളിൽ ജയൻ അവർക്കൊപ്പം ഒരാളായി. അതൊക്കെ തന്നെയാണ് ഓർമ്മകളിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം തെളിഞ്ഞു നിൽക്കുന്നതിന് കാരണം. ഒക്ടോബർ 16, 1980 പുറത്തിറങ്ങിയ കരിമ്പന സൂപ്പർ ഹിറ്റായി. ജയൻ മലയാളത്തിൻ്റെ കണ്ണിലുണ്ണിയായി. ആഘോഷങ്ങൾക്ക് കാത്തു നിൽക്കാതെ കൃത്യം ഒരു മാസത്തിന് ശേഷം നവംബർ 16 ജയൻ അപകടത്തിൽ മരിച്ചു. പാറശാലയിലെയും നെയ്യാറ്റിൻകരയിലെയും ജനങ്ങളെപ്പോലെ കേരളത്തിലെ ജനലക്ഷങ്ങൾക്കും അത് തീരാവേദനയായി. അപ്പോഴും കരിമ്പന നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഈ ചിത്രം കാണുമ്പോൾ മനസ്സിൽ എവിടെയോ ഒരു നൊമ്പരം. കാറ്റിലാടുന്ന കരിമ്പനകളും നിശബ്ദമായി ഒഴുകുന്ന ഈ നീരുറവയും കരിമ്പനയുടെയും ജയൻ്റെയും സാക്ഷ്യപത്രമായി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്.